ഹലോ, അപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ബാക്കി കാര്യങ്ങൾ നോക്കിയാലോ. ഏകദേശം എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ കുറച്ച് തൂക്കല അങ്ങനത്തെ പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ ഇതില് മറ്റേ ഈ സ്റ്റാർസ് ഒക്കെ തൂക്കല് കുറച്ച് മെനക്കെട്ട പണിയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് അതെല്ലാം ചെയ്തത്. അപ്പോൾ നൂലെടുത്ത് കെട്ടല് പിടിക്കൽ ആലോചിച്ചിട്ട് കട്ടുപിടിക്കുന്ന പണിയാണെങ്കിലും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അതിൽ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും ഭംഗിയൊക്കെ ഫീൽ ചെയ്തത്. എന്തായാലും ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക്. പിന്നെ സ്വന്തമായ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയതിന്റെ അഹങ്കാരത്തിൽ കുറച്ച് ഷോ ഒക്കെ കാണിച്ച് നിൽക്കുമ്പോൾ അമ്മ വന്ന് പറയുന്നത്, അമ്മ പിന്നെ ഒരു പുൽക്കൂട് കൂടെ നിനക്ക് ഉണ്ടാക്കിക്കോളെ. ആദ്യം കേട്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി, എന്റെ കഴിവ് എന്ന് പറയാന്ന് വിചാരിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായത് അതൊരു ട്രാപ്പാണ്. ഈ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാൻ എന്ത് മെനക്കെട്ട പണിയാലേ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ആ പരിപാടി ഒന്നും വേണ്ട, നമുക്ക് ഈ ക്രിസ്മസ് ട്രീ ഒക്കെ ധാരാളമാണ്. അങ്ങനെ എന്താ രാത്രി ആയപ്പോഴേക്കും നമ്മള് ലൈറ്റ് ഒക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ക്രിസ്മസ് ട്രീനെ. അപ്പൊ എന്തായാലും ഇഷ്ടമായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ.